നമസ്കാരം. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോകുന്നത്. തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും അതിന്റെ മൂർധന്യത്തിലാണ്. രാഷ്ട്രീയ അസ്ഥിരതയും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഇറാനും അടങ്ങുന്ന അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണിയും പാകിസ്ഥാനെ അലട്ടുന്നുണ്ട്. പോരാത്തതിന് ബലൂചിസ്ഥാനിൽ ഉയരുന്ന സ്വതന്ത്ര രാഷ്ട്രവാദം മറ്റൊന്ന്. സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ ചൈനയും സൗദി അറേബ്യയുമായിരുന്നു മാറി മാറി വന്ന പാക് സർക്കാരുകൾ സമീപിച്ചിരുന്നത്. ചൈനയാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ വികസന പങ്കാളി. എന്നാൽ ഇപ്പോൾ സ്ഥിതി പഴയതുപോലെയല്ല. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ പാകിസ്ഥാൻ എന്തും ചെയ്യുന്ന അവസ്ഥയിലാണ്. പാകിസ്ഥാനിൽ ഒരു നിധിയുണ്ട്, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാനിൽ. പക്ഷെ ബലൂചിസ്ഥാനിൽ കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. കാലങ്ങളായി ഇവിടെ വിഘടനവാദം നിലനിൽക്കുന്നുണ്ട്. നിരവധി ധാതുക്കളുടെ കലവറയാണ് ബലൂചിസ്ഥാൻ. എണ്ണ, കൽക്കരി, സ്വർണം, ചെമ്പ്, വാതകശേഖരം എന്നിവയുൾപ്പെടെ നിരവധി പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണിവിടം. എങ്കിലും ഈ പ്രദേശം ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയിട്ടില്ല. കരകയറാൻ പാകിസ്ഥാനിലെ ഭീകരർ സമ്മതിച്ചിട്ടില്ല എന്ന് പറയുന്നതാകും ശരി. ഈ പ്രവിശ്യയെ ചൂഷണം ചെയ്യുകയും വിദേശികൾക്ക് നേട്ടമുണ്ടാവുകയും ചെയ്യുമ്പോൾ മാറി മാറി വരുന്ന പാകിസ്ഥാൻ സർക്കാരുകൾ തങ്ങളുടെ ആശങ്കകൾ അവഗണിച്ചു എന്നാണ് വിഘടനവാദികളുടെ പ്രധാന ആരോപണം. പാകിസ്ഥാൻ രൂപീകൃതമായതു മുതൽ ഈ പ്രവിശ്യ നിരവധി കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് സ്വർണത്തിന്റെയും കോപ്പറിന്റെയും അത്യപൂർവ ശേഖരവുമായി റെക്കോർഡ് ഖനിയുള്ളത്. 1995 ഇവിടെ സ്വർണത്തിന്റെ വിപുലമായ ശേഖരം കണ്ടെത്തിയത്. $1 ട്രില്യൺ മൂല്യമുള്ള 400 മില്യൺ ടൺ സ്വർണം ഇവിടെ ഉണ്ടെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്രയും വലിയ സ്വർണശേഖരം ഉണ്ടെങ്കിലും അശാന്തമായ ബലൂചിസ്ഥാനും പാക് രാഷ്ട്രീയത്തിലെ അസ്ഥിരതയും പാകിസ്ഥാൻ സർക്കാരിന് വെല്ലുവിളിയാണ്. നിലവിൽ ഈ ഖനിയുടെ ഉടമസ്ഥാവകാശം ബാരിക് ഗോൾഡ് എന്ന കനേഡിയൻ ഖനന കമ്പനിക്കും പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ സർക്കാരുകൾക്കുമാണ്. കനേഡിയൻ കമ്പനിക്ക് 50% സംയുക്ത സംരംഭത്തിൽ ഓഹരി പങ്കാളിത്തമുള്ളത്. ബാക്കിയുള്ള വിഹിതം പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ സർക്കാരുകൾക്ക്. ഇതിൽ പാക് സർക്കാരിന്റെ ഓഹരികളാണ് സൗദി അറേബ്യയ്ക്ക് വിൽക്കാൻ നീക്കം നടക്കുന്നത്. പാകിസ്ഥാന്റെ കയ്യിലുള്ളതിൽ നിന്ന് 15% ഓഹരികൾ വാങ്ങാമെന്ന ആശയം സൗദിയാണ് മുന്നോട്ട് വെച്ചത്. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ നിന്ന് ഈ പ്രദേശത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ശതകോടികൾ ചെലവഴിക്കാമെന്നാണ് മുഹമ്മദ് ബിൻ സൽമാന്റെ മറ്റൊരു ഓഫർ. ഈ ഖനിയുടെ സാധ്യതാ പഠനമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ഡിസംബറോടെ ഇത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2028 ഉൽപാദനം ആരംഭിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. ബലൂചിസ്ഥാനിൽ പാക് വിരുദ്ധത വലിയ തോതിൽ പടരുന്നത് പദ്ധതിയെ ബാധിക്കുന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാനെ സഹായിക്കുക എന്നതിനേക്കാൾ വിപുലമായ സ്വർണ്ണഖനിയിൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുക എന്നതാണ് സൗദിയുടെ ഉദ്ദേശമെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. ആപത്തുകാലത്ത് സഹായിച്ച സൗദിയെ പിണക്കാനും പാകിസ്ഥാനാവില്ല. എത്ര തുകയുടെ ഇടപാടാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്ന പാകിസ്ഥാൻ സർക്കാരിന് പിടിവള്ളിയാണ് മുന്നിലുള്ളത്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.